ടു അവർ വ്ളോഗ്. ഇതേ ഈ പച്ചക്കറിയും താങ്ങി പറഞ്ഞാൽ വലിയ പരിപാടിക്കുള്ളതൊന്നല്ല. കുറേ ദിവസമായി പറയണു പച്ചക്കറിയൊക്കെ തീർന്നു എന്ന്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. ഇവിടെ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ കൊണ്ടുവരും, പക്ഷെ കൊണ്ടുവരുന്നത് ഒരു ഒന്നൊന്നര കൊണ്ടുവരില്ലായിരിക്കും. അങ്ങനെ അപ്പോൾ ഞാനിപ്പോൾ ഈ കൊണ്ടുവന്ന സാധനങ്ങൾ നാളെ കണ്ണൻ്റെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ അതിനു വേണ്ടി അധികം വിഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ പച്ചക്കറി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ നമ്മൾ മേടിച്ച് വച്ചിരിക്കണം ഓരോ ബാലൻസ് കവറുകൾ അതും ഇതൊക്കെ. അപ്പോൾ ഞാൻ വെച്ചാൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് ഇത് നാളത്തേക്ക് വേണ്ടത് മാത്രം മുറത്തിലേക്ക് എടുത്തിട്ട് ബാക്കി ഒന്ന് വൃത്തിയിൽ നീറ്റാക്കി ഇതുപോലെ ഓരോ കണ്ടെയ്നേഴ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ പോകാനായിട്ട് എന്തെങ്കിലും ഉപ്പേരി എടുക്കാനായിട്ട് ഒരു കണ്ടെയ്നർ എടുത്ത് അരിഞ്ഞാൽ മതി. അങ്ങനെ ഓരോന്നോരോന്ന് പറക്കി വയ്ക്കുക. അപ്പോൾ അതിന് നാളത്തേക്ക് വലിയ വിഭവമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവിയലിനും അങ്ങനെ 2-3 ഐറ്റംസ് ഉണ്ടാക്കാമെന്നേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ലാണ്ട് കുറേ ഒന്നും ഉണ്ടാക്കണില്ല. കാരണം ഒന്നാമത് പച്ചക്കറി സദ്യ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. പിന്നെ കൊച്ചിൻ്റെ പിറന്നാളാണല്ലോ. പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ ഓണത്തിൻ്റെ അന്ന് സദ്യ ഉണ്ടാക്കിയില്ല വീട്ടിൽ. നമ്മളന്ന് മലേഷ്യക്ക് പോയ കാരണമുണ്ട് അന്ന് രാത്രിയാണല്ലോ നമ്മൾ പോയത്. അപ്പോൾ അത് കാരണോട് രാവിലെ വെളുപ്പിന് തന്നെ എനിക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാവുമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഓർഡർ ചെയ്യുക ചെയ്ത്. പക്ഷെ ഓർഡർ ചെയ്തതാണെങ്കിലോ ഞങ്ങൾക്ക് സദ്യ കിട്ടി കഴിഞ്ഞപ്പോൾ മടി പിടിച്ച് ഓർഡർ ചെയ്തതല്ലേ എന്ന് ദൈവം വിചാരിച്ചു എന്ന് തോന്നണേ. കാരണം ബാക്കിയെല്ലാ കറികളൊക്കെ നല്ലതായിരുന്നു, പായസവും നല്ലതായിരുന്നു, പക്ഷെ ചോറ് മാത്രം വളിച്ചതായിരുന്നു. മെയിൻ സംഭവം തന്നെ വളിച്ചത് കിട്ടിയത് കുത്തിരിച്ചോറായിരുന്നു ആ സദ്യ സെറ്റിലുണ്ടായിരുന്നത്. അത് കാരണം പിന്നെ ദൈവാധീനത്തിന് ഞാൻ നല്ലൊരു ദിവസമല്ലേ ഓണല്ലേ വീട്ടിലായി ഇങ്ങനെ അരി വയ്ക്കാണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് അരി എടുത്തിട്ട് റൈസ് കുക്കറിൽ ഇട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അത് കാരണം കൊണ്ട് ഓണത്തിനൊന്നും പട്ടിണിയില്ല. അങ്ങനെ ഓരോന്നോരോന്ന് നടക്കി പറക്കി വെച്ചപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് തുടച്ച് വെച്ചു. ഇനിയിപ്പോൾ എങ്ങനെ പോയാലും നമ്മൾ എങ്ങനെ നോക്കിയാലും കുറച്ച് ദിവസമായി കഴിയുമ്പോൾ ഒരു മുഷിപ്പ് വരുമല്ലോ ഫ്രിഡ്ജിനൊക്കെ. അധികം അഴുക്കെന്ന് പറയാനൊന്നുമില്ല, കാരണം ഫ്രിഡ്ജ് മേടിച്ചിട്ട് അധികം ആയിട്ടില്ല, ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ പിന്നെ വിചാരിച്ചു നാളത്തേക്ക് അവിയലും കൂടെ ഒന്ന് അരിഞ്ഞു വയ്ക്കാകുമ്പോൾ രാവിലെ എളുപ്പമാണല്ലോ, അങ്ങോട്ട് എടുത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ രാവിലെ തന്നെ നിന്ന് അരിഞ്ഞ് കഴിയുമ്പോൾ സമയം പോകുമല്ലോ എന്ന് വിചാരിച്ച് അതിന് മാത്രം അരിഞ്ഞു വെച്ചു. ബാക്കിയുള്ളതിനൊക്കെ ഒരുവിധം ഏകദേശം കഷ്ണങ്ങൾ ഓരോരോത്തിലേക്ക് മാറ്റി വെച്ചു. കാരണം രാവിലെ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ തപ്പിപ്പറക്കി എടുക്കണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ നേരം വിളിച്ചായി ഓരോരോ പണികൾ തുടങ്ങി. ഇതാണ് കേട്ടോ മെയിൻ പണി. ഇത് അരി ഇട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്. ബാക്കിയൊക്കെ ആകുമ്പോഴേക്കും ചോറ് റെഡി ആയിക്കോളുമല്ലോ. ഞങ്ങളിവിടെ റൈസ് കുക്കറിലാട്ടോ അങ്ങനെ അരി വയ്ക്കണം. അങ്ങനെ അവിയൽ അധികം വിഭവങ്ങളൊന്നുമില്ല കേട്ടോ, കുറച്ച് ഉണ്ടാക്കണമുണ്ടോ. പക്ഷെ അതൊന്ന് ഒരു നേരത്തേക്ക് മതി ഞങ്ങൾക്ക്. കടയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഉച്ചക്കലത്തേക്ക് മാത്രമേ ഫുഡ് മതി. രാത്രി കടയിൽ നിന്നാണ് ചിലപ്പോൾ അച്ചുവിനും ഗൗരിക്കും മാത്രം എങ്ങാനുള്ള ചോറ് മതി. ബാക്കി എല്ലാവരും കടയിലത്തെ ഫുഡാണ് കഴിക്കുക. അങ്ങനെ ഓരോന്നോരോന്ന് അരിഞ്ഞ് ലാസ്റ്റ് നോക്കിയപ്പോൾ ക്യാബേജും കൂടെ തോരൻ വെച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അധിക പേരത്തൊന്നും ഉണ്ടാക്കില്ല കേട്ടോ, ഒരു 3-4 ഐറ്റം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഗൗരി എഴുന്നേറ്റ് വന്നു. പിന്നെ പിള്ളേർ ഇവിടെ ഇല്ല. കണ്ണനെ വെച്ചും ഇന്ന് ക്ലാസ്സില്ലാത്ത കാരണം ഇന്നലെ അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ എങ്ങനെയാട്ടോ ക്യാബേജ് ഉണ്ടാക്കാറ്, ഇങ്ങനെ അതിന് തന്നെ ഒന്ന് തിരുമ്മി വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കണ പാനിലിട്ടിട്ട് വല്ലാണ്ട് അങ്ങനെ ഇളക്കി ഇതാക്കണ്ട. പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടൊന്ന് ഇതാക്കി. അങ്ങനെ ഒരുവിധ ഐറ്റംസൊക്കെ ആയിട്ട് ഒരു 3-4 ഐറ്റംസ് ഒക്കെ ആയി. ഇനിയാണ് മെയിൻ പണി, ഇതൊന്ന് വെടുപ്പാക്കൽ. എങ്ങനെ നോക്കിയാലും കിച്ചൺ വൃത്തികേടായിട്ട് കിടന്നു കഴിഞ്ഞാൽ ബാക്കി എന്ത് സംഭവം അലങ്കോലമായിട്ട് കിടന്നാലും വലിയ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷേ കിച്ചൺ മാത്രം വെടുപ്പില്ലാണ്ട് ഇങ്ങനെ ആശയമൊക്കെ കിടന്നു കഴിഞ്ഞാലേ ഒരു വൃത്തികേട് പോലെ തോന്നും. അങ്ങനെ ഇത് ഞാൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും പണി കിട്ടുന്ന ഒരു സംഭവമാണ് ഇത് ക്യാബേജ് തോരൻ. ഞാൻ എങ്ങനെ എന്നുണ്ടാക്കിയാലും കരി അതിൻ്റെ അടി പിടിക്കും. വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ സിമ്മിലിട്ടിട്ട് പോവും. പിന്നെ ഞാൻ ആ കാര്യം മറന്നു, പിന്നെ അതിൻ്റെ അടിഭാഗമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കാരണം ക്യാബേജ് കൂടുതൽ പ്രാവശ്യം അങ്ങനെ പെട്ടെന്ന് ഇളക്കി നോക്കണം കേട്ടോ. അങ്ങനെ ഇതൊന്ന് ക്ലീനാക്കി വെച്ചിട്ട് വേണമെങ്കിൽ അമ്പലത്തിൽ പോയി. വേറെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പോൾ നിലവിൽ. വണ്ടി ഇല്ല, എവിടേക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ. സാധാരണ പിള്ളേരെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാറാ പതിവ്. പക്ഷേ ഇപ്രാവശ്യം വണ്ടി പോളിഷിങ്ങിന് കൊടുത്തേക്കാം.
വണ്ടി പുതിയ വണ്ടി എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഒന്ന് പോളിഷ് ചെയ്യാൻ കൊടുക്കുമല്ലോ. പക്ഷെ അത് ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങളത് കഴിഞ്ഞിട്ട് വണ്ടി പെട്ടെന്ന് ഉപയോഗിച്ചു. നമ്മളത് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അതിൻ്റെ ആ പോളിഷിൻ്റെ ആ ഒരു ഇത് വരുള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ മൂന്നാറ് വരെ ഒന്ന് പോകേണ്ടതുകൊണ്ട് നമ്മളത് ഉപയോഗിച്ചാൽ അതിൻ്റേതായ ഒരു ചെറിയ കളറിനൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് അവരുടെ കയ്യിൽ ഒന്നുകൂടെ ഒന്ന് കൊടുത്ത് ശരിയാക്കാൻ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ അച്ഛൻ പായസം ഉണ്ടാക്കിക്കൊണ്ട് തന്നു കേട്ടോ. പായസം അച്ഛൻ പറഞ്ഞു ഇവിടെ ഉണ്ടാക്കണ്ട, ഞാൻ ആ കടയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരാം, പാലട ഉണ്ടാക്കിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പണി എളുപ്പമായി. അങ്ങനെ വെടുപ്പാക്കൽ കഴിഞ്ഞ് ഇത് ഗൗരീനെ ഒന്ന് കുളിപ്പിച്ച് എനിക്കും കൂടെ കുളിച്ചാൽ മതി. ഈ ഗ്യാസിൻ്റെ ഈ സംഭവം ഞാൻ ഇന്നോടത്ത് ലാസ്റ്റ് വെടുപ്പാക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് പണി സാധാരണ ആദ്യമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരടുപ്പത്ത് പാത്രം ഇരിക്കുമ്പോൾ സൈഡ് ഇങ്ങനെ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ തുടച്ച് എൻ്റെ കയ്യെന്നും പൊള്ളാറുണ്ട്. ഇപ്പോൾ ആ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഒന്ന് വെടുപ്പാക്കി ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല വൃത്തിയിൽ കിടന്നോളൂ. ഇനി ആകെ എനിക്ക് പപ്പടവും കാച്ചനും സാമ്പാറും വറുത്തിരുന്നു, ഈ 2 പരിപാടി മാത്രമല്ല. ഇത് ഞാൻ ആ അമ്പലത്തിലൊക്കെ പോയി ഒന്ന് സാവധാനം കഴിക്കുള്ളൂ. അങ്ങനെ കഴിഞ്ഞ് ക്ലീനാക്കി കഴിഞ്ഞ് ഞങ്ങൾ കുളിക്കാൻ പോവാണ്. അപ്പോഴേക്കും കണ്ണനും അച്ഛനും വരും. എന്നിട്ടൊന്ന് അവരെയും കൊണ്ടൊന്ന് അമ്പലത്തിൽ പോകണം. ഇതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയ സാമ്പാർ വറുത്തിട്ടിട്ടില്ല, അവിയൽ, തോരൻ, ഇത് ഉരുളക്കിഴങ്ങ് സവോളയും ഇസ്റ്റു, മറ്റൊരു മത്തങ്ങയും കുമ്പളങ്ങയും പയറും മോലൻ, സാമ്പാർ, കൂട്ടുകറിയല്ല മത്തങ്ങയും പയറും എരിശ്ശേരി. അങ്ങനെ പിള്ളേർ വന്ന് അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞത് സദ്യ ഉണ്ടല്ലേ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഉണ്ണണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ സാധിക്കാറില്ല. കാരണം ഷോപ്പായ കാരണമുണ്ട് എല്ലാവർക്കും കൂടെ അങ്ങനെ ഒരുമിച്ച് വന്ന് ഷോപ്പില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ, എന്നാലും നമുക്ക് എന്തെങ്കിലും ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പിള്ളേർക്ക് നേരത്തെ ഫുഡ് കൊടുത്തു കേട്ടോ. ഉച്ച ആയില്ല, 12 മണിയൊന്നും ആയില്ല, 11 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ഫുഡ് കൊടുത്തു. അപ്പോൾ നമ്മുടെ വണ്ടി റെഡിയായി വന്നു. ഒരു 10 മണിയാകുമ്പോഴേക്കും വണ്ടി കിട്ടി. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അന്ന് നമുക്ക് കൊച്ചുങ്ങളെയും കൊണ്ടുവന്ന് ലുലുവിൽ പോയിട്ട് വരാം, പിള്ളേർക്ക് അതാണ് ഇഷ്ടം. കണ്ണനോട് കേക്ക് വൈകുന്നേരം മുറിച്ചാൽ പോരെയെന്ന് ചോദിച്ചപ്പോൾ കണ്ണൻ പറഞ്ഞു കേക്ക് മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അമ്മ, നമുക്ക് കളിക്കാൻ പോയാലോ എന്ന് പറഞ്ഞു. കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലുലുവിൽ പോയി വേറെ എവിടെയും കയറിയില്ല, ഏറ്റവും മുകളിലേക്ക് പോയി ആ റൈഡുകളിൽ കയറാം, അത് മാത്രമാണ് അവനിഷ്ടം. അങ്ങനെ പിള്ളേരപ്പോൾ കണ്ണൻ സദ്യ ഉണ്ടു, അച്ഛന് ഞാൻ ഉരുട്ടി കൊടുക്കണം. അപ്പോൾ ഞാൻ അച്ഛനെ ആഴ്ച വിളിച്ചുകൊണ്ടിരിക്കണം എല്ലാവരും കൂടെ ഒന്ന് വന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ അവരെ കാണാണ്ടായപ്പോൾ ഞങ്ങൾ കഴിക്കാൻ, ഞാനും അമ്മയും കഴിക്കാൻ തുടങ്ങി. കാരണം ചേട്ടൻ പറഞ്ഞു വേഗം റെഡിയായി നിന്നോ, നമുക്കൊരു 11 മണിയാകുമ്പോഴേക്കും പോയി. ഇന്നാണെങ്കിൽ കടയിലാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമാണ്, ഇന്ന് ഗാന്ധി ജയന്തി. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഷോപ്പുണ്ട്. അപ്പോൾ പൊതുവേ അവധിയാണല്ലോ, അപ്പോൾ അത് അതുകൊണ്ട് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ വൈകുന്നേരത്തെ രാവിലെ നല്ല തിരക്കായിരുന്നു, വൈകുന്നേരത്തെ തിരക്കിന് മുന്നേ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആയിഷേട്ടൻ വന്നു. അപ്പോൾ ഞാൻ വേഗം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് വേഗം കഴിച്ച് ഇനി ആയിഷേട്ടൻ അച്ഛനും കൂടെ വന്ന് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞു. വേറെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ പിറന്നാളൊന്നും അല്ലല്ലോ. അപ്പോൾ സാധാരണ ഒരു കേക്ക് മുറിക്കൽ, എന്തെങ്കിലും ഒരു ഇത്തിരി ഐറ്റംസ്, ഒരു ചെറിയ സദ്യ പോലെ ഉണ്ടാക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പരിപാടികളൊന്നുമില്ല. പിന്നെ പിള്ളേരൊക്കെ ഇവൻ്റെ കണ്ണൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് കേക്ക് മുറിക്കാറുണ്ട് കേട്ടോ, ഇവിടെ വീടിനടുത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ചിട്ട്. ഇപ്രാവശ്യം അതില്ല, ഞങ്ങൾ പോകണമായിരുന്നുകൊണ്ട് വൈകുന്നേരം വന്നിട്ട് ചിലപ്പോൾ മുറിക്കുള്ളൂ. വരാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേക്ക് മുറിക്കില്ല. അപ്പോൾ രാജേഷേട്ടന് ചോറ് കൊടുത്തപ്പോൾ രാജേഷേട്ടന് ഓരോ കറിയുടെ അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് കൊള്ളാം, ഇത് തരക്കേടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ വന്നതേ അവർ ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പം ഇവർ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഇതൊക്കെ ഒന്നുകൂടെ സെറ്റാക്കി ഓർഡറാക്കി വെച്ചിട്ട് പിള്ളേരെ കൊണ്ടൊന്ന് ലുലുവിൽ പോകണം. ലുലുവിൽ പോണത് ഇടയ്ക്കിടയ്ക്ക് പോണതാട്ടോ, പർച്ചേസിങ്ങിനും കാര്യത്തിനൊന്നും പോണതല്ല, വെറുതെ അവിടെ വരെ ഒന്ന് പോയി നേരെ മുകളിലേക്ക് പോവുക. അവിടെ ചെന്ന് പിള്ളേർക്ക് കുറച്ച് കളിക്കാനുള്ള റൈഡുകളിൽ കയറാം. അപ്പോൾ പിള്ളേർ ഹാപ്പിയാവും, പിന്നെ നമുക്കൊരു എൻജോയ്മെൻറ്റ്. അല്ലാണ്ട് വേറെ പിള്ളേർക്ക് ഈ പ്രായത്തിൽ എന്ത് ഗിഫ്റ്റ് വലിയ കാര്യമായിട്ട് മേടിച്ചു കൊടുക്കാനോ ബർത്ത്ഡേ ആയിട്ട്. അങ്ങനെ അതേ പോവുകയാണ്. 12 മണിയാകുമ്പോഴേക്കും ഊണ് സദ്യ കഴിഞ്ഞ് ഞങ്ങളിതേ ലുലുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ എത്തി. അപ്പോൾ പിള്ളേർക്കൊരു സന്തോഷം. അങ്ങനെ കണ്ണൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ സൗണ്ടൊന്നും ക്ലിയർ അല്ല, കാരണം നല്ല തിരക്കാണ്. അപ്പോൾ തന്നെ ഞാൻ സൗണ്ട് കളഞ്ഞു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിലേക്കേ പോയുള്ളൂ കേട്ടോ, വേറെ ഒരു സ്ഥലത്തും കയറിയില്ല. ലുലുവിൽ ഈ വെജിറ്റബിൾസ്
ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വേവിക്കാത്ത വെജിറ്റബിൾസ് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ പോയിട്ടുണ്ടെങ്കിലും മേടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഈ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ നടന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല. അപ്പോൾ പിന്നെ ഇപ്രാവശ്യമാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറിയില്ല. നേരെ കളിക്കണ പാർക്കിലെത്തി. കണ്ണൻ എന്തിട്ടിലൊക്കെയോ കയറാൻ പറഞ്ഞ് കയറി കേട്ടോ. കണ്ണൻ കയറുമ്പോൾ അച്ചു ഒരുമിച്ച് കയറും. അച്ചുവിന് 4-4.5 വയസ്സായിട്ടുള്ളൂന്നുണ്ടെങ്കിൽ കണ്ണൻ കയറുന്നതിൻ്റെ ഒപ്പം അവനും കയറി. പുള്ളിയും വലിയ ആളായിട്ട് എല്ലാത്തിനും തോന്നി. അപ്പോൾ കണ്ണൻ അവൻ്റെ ശക്തി പരീക്ഷിച്ചതാട്ടോ കാണുന്നത്. 9 പോയിൻ്റാട്ടോ കയറി വന്ന്. അങ്ങനെ അപ്പോൾ കണ്ണൻ പറഞ്ഞാൽ അവൻ ഒന്നുകൂടെ ആവണമെന്ന്. അങ്ങനെ ഒന്നുകൂടെ അടിച്ചു നോക്കിയിട്ടും ആഞ്ഞ് അടിച്ചു നോക്കിയിട്ടും 9 വരെ പോയുള്ളൂ. അപ്പോൾ ഒരാഴ്ചയാണ് ഒരാഗ്രഹം എൻ്റെ ശക്തിയും കൂടെ ഒന്ന് പരീക്ഷിക്കുക. അങ്ങനെ പുള്ളിയും കൂടെ ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ 21 വരെ പോയിട്ടോ. അപ്പോൾ ആൾ വലിയ ആളായിട്ട് ഭയങ്കര സന്തോഷത്തിൽ അവിടെ നിന്ന് പോന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 21 പോയിൻ്റ് വരെ എത്തി. അങ്ങനെ ഓരോരോ ഗെയിം പുതിയ ഗെയിമുകളാട്ടോ ഇപ്രാവശ്യം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയേക്കാളും കൂടുതൽ റൈഡുകൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. പുതിയ റൈഡുകൾ. പിന്നെ ചില റൈഡിൻ്റെയൊക്കെ മെഷീൻ കംപ്ലൈൻ്റ് ആയി തോന്നുന്നു. കാരണം കാർഡ് ഒരു ട്രിപ്പ് ഇട്ട് കഴിയുമ്പോൾ ആക്ടിവേഷൻ ആവുന്നില്ല. ഞങ്ങളങ്ങനെ ഒരു ഗെയിമിൽ ഇതുപോലെ കാർഡ് വെച്ചിട്ട് ആക്ടിവേഷൻ ആയില്ല. രണ്ടാമത് വെച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ കട്ടായി. അങ്ങനെ അപ്പോൾ തന്നെ അവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ കാർഡിൽ നിന്ന് നമുക്ക് 2 ഗെയിം ഫ്രീ ആയിട്ട് തന്നു. അങ്ങനെ ഓരോന്ന് ഇതൊക്കെ പുതിയതാട്ടോ. ഇതൊന്നും കഴിഞ്ഞ ട്രിപ്പ് പോയപ്പോൾ ഉണ്ടായില്ല. ഇതൊക്കെ പുതിയ ഗെയിമുകളാണ്. അപ്പോൾ കണ്ണനും അച്ചും അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഗൗരിയമ്മയും അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടോ ഗൗരി റൈഡിൽ ഒറ്റയ്ക്ക് ഇരിക്കണത്. കഴിഞ്ഞ പ്രാവശ്യം വരെ പോകുമ്പോൾ ഗൗരി കയ്യിൽ നിന്ന് മാറാറില്ല, ഒക്കത്തിരിക്കാറോ പതിവ്. ഇപ്രാവശ്യം അങ്ങനെ ഗൗരിയും കൂടെ കളിച്ച്. അപ്പോൾ ഇതിൽ മാത്രം പുള്ളിക്ക് ഇത്തിരി പേടിയായിട്ടോ. ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കണപ്പോൾ പുള്ളി പേടിച്ച് വേഗം പുള്ളി ഇറങ്ങി. അപ്പോൾ ആ ഗ്യാപ്പിന് നമ്മുടെ അച്ചൂട്ടൻ കയറിയിരുന്നു. ആ റൈഡ് കംപ്ലീറ്റ് ആക്കി. അങ്ങനെ ആ കാർഡിൽ നമ്മൾ ആഡ് ചെയ്ത ആ പൈസക്കുള്ള തീരണ വരെയുള്ള എല്ലാ റൈഡുകളും ഓരോന്ന് അവിടെ കണ്ണനും ഗൗരിയും അച്ചു ആട്ടോ കമ്പനി കൂടുതലും. അവരുടെ പ്രായമാണല്ലോ കുറച്ചുകൂടെ ഇത്. അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ണനിവിടെ ഒരു ഗെയിം കളിക്കുമ്പോൾ അച്ചുവും ഗൗരിയും അടുത്തേക്ക് കയറി. അപ്പോൾ ചിരി വരാണ് സത്യത്തിൽ ഗൗരി കിടന്ന് കാണിക്കണതാണ്. കാരണം എന്തുട്ടാന്ന് അറിയില്ല, വെറുതെ ചേട്ടന്മാർ കാണിക്കണതിൻ്റെ ഒപ്പം കിടന്ന് അവളും കൂടെ അവളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവളും ഓരോന്ന് കാണിച്ചത്. ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. കാരണം എന്താ പറയുക, എല്ലാവർക്കും കളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ അച്ചും ഗൗരിയും ബോൾ പറിക്കുക. അപ്പോൾ ഗൗരി വിചാരിച്ചു ബോൾ ഇങ്ങോട്ട് എടുക്കാന്ന് വെച്ചാൽ ഗൗരി എന്ത് ചെയ്തിട്ട് അതിലിട്ടുണ്ടായില്ല ആദ്യമൊക്കെ കേട്ടോ. ബോൾ പറിക്കി ഇങ്ങോട്ട് തരായിരുന്നു. അങ്ങനെ അച്ചും ഗൗരിയും പറ്റാവുന്ന രീതിയിൽ ഭയങ്കര സന്തോഷം. പിള്ളേരിങ്ങനെ ചിരിക്കണാകുമ്പോൾ നമുക്കും ഒരു സന്തോഷം. ഈ ചിരി കാണാനാണല്ലോ നമുക്കും, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ പിള്ളേരുടേതായ ചെറിയ വലിയ കളികളും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന. ഗൗരിയും കുറേ ബോളൊക്കെ പറക്കിയിട്ടു കേട്ടോ. ഞാൻ വിചാരിച്ചില്ല ഗൗരി തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് കളിക്കുന്നു. അങ്ങനെ ഞാൻ കാല് കഴിച്ചപ്പോൾ ഒന്ന് ഇരുന്നത് കേട്ടോ. അത്രയും നേരം നടന്ന് അങ്ങനെ എന്തൊക്കെയോ പല ഗെയിമുകളിലൊക്കെ കളിച്ച് ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ തുരുത്തുപാലം. നമ്മൾ അന്ന് രാത്രി ഫുഡ് കഴിക്കാൻ പോയിരുന്ന പാലാട്ട്. ഈ പാലത്തിൻ്റെ അവിടെ വരുമ്പോൾ ഒരു പ്രത്യേകതയാണ്, നല്ലൊരു വൈബാണ്. അപ്പോൾ വെളിച്ചമുള്ള സമയത്ത് വന്നപ്പോൾ ഒന്ന് നല്ല അതിൻ്റെ ആ ഭംഗിയൊന്ന് നോക്കിയത് കേട്ടോ. നല്ല രസമാണ് ഇവിടെ വൈകുന്നേരം സമയങ്ങളിലൊക്കെ. അങ്ങനെ ഇന്നപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം. വേറെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.